ഈ ഒരു പുലിമുട്ട് ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചിരുന്നത് ഇവിടെ കടലാക്രമണം കുറയും എന്നുള്ളതായിരുന്നു. ഹായ് നമസ്കാരം, ബ്ലോഗേട്ടനാണ്. കാലവർഷം തുടങ്ങിയിട്ടില്ല, വേനൽക്കാലമാണ്. വേനൽ മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ആ ഒരു വീട്, ഞാനിത് കഴിഞ്ഞ ഒരു 3 ആഴ്ച മുന്നേ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ആ ഭാഗത്ത് ജനലും സംഭവങ്ങളൊക്കെ കാണാമായിരുന്നു. അതൊന്നും തകർന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, പോയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ തകർന്നു പോയി. ഞാൻ അന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വീട് തകർന്ന് വീഴുന്നായിരുന്നു. പക്ഷേ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കടൽ കുറച്ച് പ്രശ്നമാണ്. അതായത് ഇപ്പോൾ കുഴിപ്പൻ തിരമാലകളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കുഴിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വീട് കാലവർഷം വരെ നിൽക്കില്ല, അതിന് മുന്നേ തന്നെ തകർന്ന് വീഴും എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ കണ്ടോ, നല്ല രീതിയിൽ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതാ ഈ വീട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കുഴിച്ച് കടൽ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആൾതാമസമുള്ളൊരു വീടുണ്ട്. ആ വീട് കൂടിയാണ് ഈ ഒരു പ്രദേശത്തിന് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഈ പ്രദേശം കംപ്ലീറ്റും വൈപ്പ് ഔട്ടായി. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരാളും വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ നാട് മാറും. ആ വീട് നിൽക്കുന്നത് ശരിക്കും ഒരു കുഴിയിലാണ്. അത് നന്നായിട്ട് മണ്ണിട്ട് മൂടിയിരുന്നതാണ് കേട്ടോ വീടിനെ. അതൊക്കെ മാറ്റി ഇപ്പോൾ കുഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. കണ്ട കുഴി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഴിച്ച് പോണത് കാണാം. അപ്പോൾ കുഴിപ്പൻ തിരമാലകൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ന്യൂനമർദ്ദമൊക്കെ പറയുന്നുണ്ട്. ന്യൂനമർദ്ദമൊക്കെ വരികയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടിയും പ്രശ്നമാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ, അവിടെ വീടൊക്കെ കാണുന്നില്ലേ, അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഈ ഒരു പ്രദേശമാണ്, അതായത് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന വീടുകൾ കംപ്ലീറ്റ് പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. അങ്ങോട്ടൊക്കെ കയറാൻ ഇനി അധിക കാലതാമസമൊന്നുമില്ല ഈ രീതിയിൽ പോവുകയാണെങ്കിൽ. കഴിഞ്ഞ മഴക്കാലം, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മഴക്കാലം 1-2 വർഷം കാര്യമായിട്ടുള്ള കടലാക്രമണം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതായത് മുന്നത്തേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന അതിഭീകരമായിട്ടുള്ള കടലാക്രമണം എൻ്റെ ചാനലിലൂടെയും വീഡിയോയിലൂടെയും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ട് അത്ഭുതപ്പെട്ടും ആശ്ചര്യപ്പെട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചും ഒക്കെ കണ്ടിട്ടുള്ള വീഡിയോകളാണ് അതൊക്കെ. ഞാൻ തന്നെ ശരിക്കും പേടിച്ച് പോയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളായിരുന്നു അതെല്ലാം. അപ്പോൾ അന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത്രയും കടലാക്രമണമോ കാര്യങ്ങളോ ഇവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഇപ്പോൾ ആ കുഴിക്കൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ കുഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ച് പോവുകയാണെങ്കിൽ അധികം കാലതാമസമില്ലാതെ അവിടുത്തെ ആ ചെറിയ തോട് അല്ലെങ്കിൽ പുഴ പോലത്തെ ഒരു കനാലുണ്ടല്ലോ, അതിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് കിടക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് നടന്ന് നോക്കാം. കാഴ്ചകൾ എന്താണ്, അവിടെ എന്താണ് അവസ്ഥ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ആ പുലിമുട്ടിൻ്റെ അവിടെ പുലിമുട്ടൊക്കെ തകർന്ന്, വലിയ പുലിമുട്ട് പോലും പല ഭാഗങ്ങളും തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പുലിമുട്ട് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. നാട്ടുകാർക്കെല്ലാം അറിയാവുന്നൊരു നഗ്ന സത്യം കൂടിയാണത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ അനുഭവിക്കുകയെന്ന് മാത്രം. ഇവിടെ 2-3 വീടുകൾ കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് ആ വീടുകൾ വീണത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ 2-3 വീടുകൾ കഴിഞ്ഞ വർഷം പോയി. ഇനി ഒരു വീട് കൂടി അവിടെ ഉണ്ട്, അവിടെ ബാക്കിയുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതും കൂടി കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആൾതാമസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചെറിയ തെളിവുകളായിട്ട് ബാക്കി നിൽക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീട് കൂടിയാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. ഇത് ഇപ്പോഴും താമസമുള്ള വീടാണ് കേട്ടോ, ആളുകൾ താമസിക്കുന്ന വീടാണ്. അതിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പുലിമുട്ട് കാണാം. ഈ ഒരു പുലിമുട്ട് ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചിരുന്നത് ഇവിടെ കടലാക്രമണം കുറയും എന്നുള്ളതായിരുന്നു. ഈ പുലിമുട്ടിടുന്നതോടുകൂടെ ഇവിടെ കടലാക്രമണം കുറയും, അതുപോലെ കടലെടുത്തുകൊണ്ട് പോകുന്നത് കുറയുമെന്നൊക്കെയായിരുന്നു. പക്ഷേ
കുറച്ച് വർഷങ്ങൾ വലിയ പ്രശ്നമില്ലാണ്ട് ഈ ഒരു ഭാഗം സംരക്ഷിക്കപ്പെട്ട് നിന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു ഭാഗം അതിഭയങ്കരമായിട്ട് കുഴിച്ചു പോവുകയും ഇവിടെ ഉണ്ടായിരുന്ന 2-3 വീടുകൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി പോവുകയും ചെയ്തു. അതിനൊരു തെളിവ് പോലും ഇവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. ഇവിടെ വീടുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവ് കൂടി ഇല്ല. അതൊക്കെ കടലിൽ പോവുകയും ചെയ്തു. ഈ ഒരു തെങ്ങ് കണ്ടോ? ഈ ഒരു തെങ്ങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ മട്ട കെട്ടിയിട്ടുള്ള കണ്ടോ? ഇത് കള്ള് ചെത്താൻ വേണ്ടി മട്ട കെട്ടുക എന്ന് പറയും. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത് കള്ള് ചെത്തിയിരുന്ന തെങ്ങാണ്. പക്ഷേ ഇപ്പോൾ ഇത് നിൽക്കുന്നത് കടലിലാണ്. അതുമാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത തെങ്ങുകളും എല്ലാം കാണാം. ഇതിനൊന്നും തലയില്ല. അതുപോലെ കടലിലാണ് ഈ തെങ്ങുകളെല്ലാം നിൽക്കുന്നത്. ആ വീട് ഏതാണ്ട് പോവാറായിട്ടുണ്ട്. അതുപോലെ ഈ പുലിമുട്ട് മിക്കവാറും തകർന്ന് പോവും എന്നാണ് തോന്നുന്നത്. കാരണം 2 വശത്തു നിന്നും കടൽ അതിഭയങ്കരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുലിമുട്ട് നടുവിൽ വെറുതെ നിൽക്കുന്നു. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ പിന്നെ കാലവർഷം തുടങ്ങുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് പറയേണ്ടതില്ലല്ലോ. അതിഭയങ്കരമായിരിക്കും ഇവിടുത്തെ കാഴ്ച. മാത്രമല്ല, ഈ ഒരു പ്രദേശം സത്യം പറഞ്ഞാൽ ഇല്ലാതായി തന്നെ പോകും. തീരദേശങ്ങൾ ജനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കുന്ന ഒരവസ്ഥ. തീരദേശത്ത് ജനവാസം വേണ്ട എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. തീരദേശം നമുക്ക് ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ, അതിന് വേണമെങ്കിൽ 5-10 ലക്ഷം തരാം, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളൂ എന്നുള്ള നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ തകർന്നു പോകുന്ന വീടുകൾ നോക്കി കണ്ണീരൊഴുക്കിയിരിക്കുന്നേക്കാളും നല്ലതാ കിട്ടുന്ന 10 ലക്ഷം വാങ്ങിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നതല്ലേ വെച്ചിട്ട് എല്ലാവരും അങ്ങ് ഓടിപ്പോവും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും ശരി കേട്ടോ. ഇന്നേ ഞാൻ വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഇറങ്ങിയതല്ല. ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാണല്ലോ, തീരദേശങ്ങളെ ഭയങ്കരമായിട്ട് അവഗണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തീരദേശത്ത് കൂടെ വരാനിരിക്കുന്ന പ്രപ്പോസ് ചെയ്തിട്ടുള്ള തീരദേശ ഹൈവേ പോലും ഇനി വരുമെന്നുള്ളൊരു പ്രതീക്ഷയും നമുക്കില്ല. കാരണം UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. UDFൻ്റെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ UDF പറഞ്ഞിരുന്നത് അവർ തീരദേശ ഹൈവേക്ക് എതിരാണ്. അവർ വന്നു കഴിഞ്ഞാൽ തീരദേശ ഹൈവേ നടപ്പാക്കില്ല. അതുപോലെ കിഫ്ബിയെ തന്നെ പിരിച്ചുവിടുമെന്നൊക്കെയാണ്. കിഫ്ബിയാണ് തീരദേശ ഹൈവേക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ കിഫ്ബിയെ പോലും പിരിച്ചുവിടും എന്നുള്ളൊരവസ്ഥയാണ് UDF, അങ്ങനെ ഒരു നിലപാടാണ് UDF എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര നാൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന തീരദേശത്തിനൊരു വികസനം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന തീരദേശ ഹൈവേ പോലും അവർ അട്ടിമറിച്ച് ഇല്ലാതാക്കും. അപ്പോൾ തീരദേശം എന്നും ഇങ്ങനെ അവഗണിക്കപ്പെട്ട്, തീരദേശത്തുള്ളവർ പാവപ്പെട്ടവർ എന്നുള്ളൊരു ലേബലിൽ അവഗണിക്കപ്പെട്ട് എന്നും ഇതുപോലെ തന്നെ കഴിയണമെന്നാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, അല്ലാതെ എന്താ ചെയ്യുക, അല്ലേ?